ബംഗ്ലാദേശിൽ വീണ്ടും കലാപത്തിന്റെ മറവിൽ ഹിന്ദു വേട്ട എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണിപ്പോൾ ധാക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ത്യ വിരുദ്ധ പ്രാസംഗികനായ വിഘടനവാദിയായ ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ബംഗ്ലാദേശിനെ പിടിച്ചു കുലുക്കിയ കലാപത്തിന് സമാനമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ധാക്കയുടെ തെരുവുകളിൽ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. സർക്കാർ ഓഫീസുകൾക്ക് നേരെ, ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറേറ്റിന് നേരെ, പത്രമാധ്യമ ഓഫീസുകൾക്ക് നേരെയൊക്കെ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. തെരുവുകളെ കത്തിക്കുന്നു. ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് നേരെ അതിഭീകരമായിട്ടുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരു ഹിന്ദു യുവാവിനെ ഈ കലാപകാരികൾ മർദ്ദിച്ചു കൊന്നുവെന്നും പിന്നീട് മൃതശരീരം അഗ്നിക്കിരയാക്കിയെന്നുമുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത്. മുസ്ലിം വിഘടനവാദികൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദികൾ ധാക്കയുടെ ഭരണം കൈയടക്കിയിരിക്കുന്നു. ഒസ്മാൻ ഹാദി എന്ന ഇന്ത്യ വിരുദ്ധ പ്രസംഗികനായ വിഘടനവാദിയായ, കഴിഞ്ഞ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയ കലാപത്തിൻ്റെ സൂത്രധാരനെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അജ്ഞാത സംഘം വെടിവെച്ച് വധിച്ചത്. അതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൻ്റെ തെരുവുകളിൽ വലിയ കലാപം അരങ്ങേറിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ബംഗ്ലാദേശിൻ്റെ പാർലമെൻറ്റിന് സമീപവും ബംഗ്ലാദേശിൻ്റെ നഗരഹൃദയങ്ങളിലുമൊക്കെ തന്നെ തീവ്രവാദികൾ, ഭീകരവാദികൾ, കലാപകാരികൾ പിടിമുറുക്കിയിരിക്കുന്നു. തെരുവുകളിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തുന്നു. ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറേറ്റിന് നേരെ, ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങൾക്ക് നേരെ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഓഫീസുകൾക്ക് നേരെ, ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയൊക്കെ വലിയ അതിക്രമങ്ങളാണ് നടക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനിടയിലാണ് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഹിന്ദു യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും അതിന് പിന്നാലെ മൃതശരീരം അഗ്നിക്കിരയാക്കുകയും കത്തിച്ചു കളയുകയും ചെയ്തത് എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു. ജൂൺ മാസത്തിൽ നടന്ന ഹിന്ദുവേട്ടയ്ക്ക് സമാനമായ ഹിന്ദുവേട്ട ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ അരങ്ങേറുകയാണ്. ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പലതവണ ഇന്ത്യക്ക് ബംഗ്ലാദേശ് കത്തു നൽകിയിരുന്നു. എന്നാൽ ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകാനാകില്ല എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതിന് പിന്നാലെ ഇന്ത്യക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു ബംഗ്ലാദേശ്. ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര കോടതിയെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിന് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളെയും സമീപിക്കുകയും ചെയ്തു മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. എന്നാൽ ഇന്ത്യ ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒസ്മാൻ ഹാദി എന്ന ഒരു വിഘടനവാദി ഇന്ത്യ വിരുദ്ധ പ്രസംഗം നടത്തുന്ന ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു ജൂൺ മാസത്തിൽ നടന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുള്ള ഭരണകൂടത്തിനെതിരെയുള്ള വലിയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ആ കലാപത്തിനൊടുവിലാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. പിന്നീട് ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയുടെ കൂടി താല്പര്യത്തോടുകൂടി നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. മുഹമ്മദ് യൂനിസ് അധികാരത്തിലെത്തിയ ശേഷവും ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ നയത്തിൽ വ്യതിയാനമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ തീവ്രതയിലേക്ക് ആ ഇസ്ലാമിക ഭരണകൂടം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹിന്ദു വിരുദ്ധമായ നിലപാടുകൾ, ഹൈന്ദവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ഹൈന്ദവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കുക തുടങ്ങിയ തരത്തിലുള്ള വലിയ അനീതിയാണ് ബംഗ്ലാദേശിലെങ്ങും പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനെതിരെ കടുത്ത താക്കീത് തന്നെയാണ് ഇന്ത്യ പല ഘട്ടങ്ങളിലായി നൽകിയത്. അതിനൊടുവിൽ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തെ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെ സമീപിക്കുകയും ചെയ്തു. ഒടുവിൽ അമേരിക്കയും റഷ്യയും അടക്കം ബംഗ്ലാദേശിന് താക്കീത് നൽകിയതിനു ശേഷമാണ്
ഹിന്ദു വിരുദ്ധമായ ഇന്ത്യ വിരുദ്ധമായ നിലപാടുകളും നടപടികളും ബംഗ്ലാദേശ് നിർത്തിവെച്ചത്. അതിനുശേഷം പലതവണ അതിർത്തിയിൽ സംഘർഷമുണ്ടാക്കാൻ ബംഗ്ലാദേശ് പരിശ്രമിച്ചിരുന്നു. പാകിസ്ഥാനൊപ്പം ചേർന്ന് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ എ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഒക്കെ തീവ്രവാദികൾക്ക് ധാക്കയിൽ ബംഗ്ലാദേശിൽ അഭയം നൽകുകയായിരുന്നു. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറേറ്റിൽ ISI പോലെയുള്ള പാകിസ്ഥാൻ ചാരസംഘടനയുടെ ഓഫീസ് തുറക്കുകയും ചെയ്തു. ഇതിനുശേഷം ബംഗ്ലാദേശ് ഇതിൻ്റെ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് ഈ തീവ്രവാദികളെ കടത്തിവിടാനുള്ള ശ്രമം പോലും ബംഗ്ലാദേശിൻ്റെ യൂനിസ് ഭരണകൂടം നടത്തുകയുണ്ടായി. ഇതിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ കൂടുതൽ ജാഗ്രതയും കൂടുതൽ കർശനമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഇതൊക്കെയാണ് ബംഗ്ലാദേശിനെ പ്രകോപിപ്പിച്ചത്. ഇപ്പോൾ ഇതാ ഒസ്മാൻ ഹാദി എന്ന യുവ വിഘടനവാദി നേതാവിൻ്റെ മരണത്തോടുകൂടി ബംഗ്ലാദേശിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ആ കലാപത്തിന് പിന്നാലെ ബംഗ്ലാദേശിലെ ധാക്കയിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറേറ്റിന് നേരെയും ഇന്ത്യയുടെ സ്ഥാപനങ്ങൾക്ക് നേരെയും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. തെരുവുകൾ കലാപകാരികൾ കൈയടക്കിയിരിക്കുന്നു. പോലീസും പട്ടാളവും കൈയും കെട്ടി നോക്കിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ധാക്ക ഇപ്പോൾ പോകുന്നത്. എന്തായാലും ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് ധാക്കയിലെ ഈ കലാപത്തെ നോക്കിക്കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല എന്ന് ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിരിക്കുന്നു.